സിലിഗുറി കോറിഡോറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈന ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 22 കിലോമീറ്റർ സ്ട്രെച്ച് മാത്രം വിസ്തീർണമായ ഒരു ചെറിയ ഇടവഴി അവിടെ ചൈന അവരുടെ പ്രാതിനിധ്യം വല്ലാണ്ട് കൂട്ടുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ത്രെഡാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് വലിയ യുദ്ധത്തിലേക്ക് വരെ നീങ്ങാനുള്ള ചാൻസ് ഉണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സിലിഗുരി കോറിഡോർ, ചിക്കൻ നെക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഈ ചെറിയ പ്രദേശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തന്ത്രപ്രധാനമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്തിടെ മെയ് 6-ാം തീയതി ബംഗ്ലാദേശിലെ ഫോറിൻ മിനിസ്റ്ററും അതോടൊപ്പം തന്നെ ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ബീജിംഗിൽ നടക്കുകയുണ്ടായി. ബംഗ്ലാദേശ് ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഖലീലുർ റഹ്മാനും ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള വാങ് യിയും തമ്മിലാണ് ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിലെ ടീസ്റ്റ റിവർ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട്, ടീസ്റ്റ റിവർ കോംപ്രിഹെൻസീവ് മാനേജ്മെന്റ് ആൻഡ് റിസ്റ്റോറേഷൻ പ്രൊജക്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ സഹകരണം മുഴുവനായിട്ട് നിങ്ങൾക്ക് വിട്ടുതരാം, വലിയ രീതിയിലുള്ള ഫണ്ടുകൾ ഞങ്ങൾ തരാം എന്നൊരു കാര്യം നേരത്തെയും ചൈന പറഞ്ഞിട്ടുണ്ട്. 2020 മുതലേ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് സഹകരിക്കാനായിട്ട് ചൈന താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ വീണ്ടും സഹകരണം ഉറപ്പിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിലിഗുരി കോറിഡോറിലേക്കും ഒക്കെ നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. അത്തരത്തിലൊരു നീക്കം ചൈന നടത്തുകയാണെങ്കിൽ ഈ പ്രൊജക്റ്റിന് ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല. പല രീതിയിലുള്ള പ്രപ്പോസലുകളൊക്കെയാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫീസിബിൾ സ്റ്റഡിയും പ്രൊജക്ട് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ പഠന വിധേയമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഒപ്പിട്ടിട്ടില്ല ഇതുവരെ. ആ ഒപ്പിടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ചൈന വരികയാണെങ്കിൽ ടീസ്റ്റ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനായിട്ട്, അവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായിട്ട് ചൈന ഫണ്ട് മുടക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ഭീഷണികൾ തന്നെയാണ് ഉയർത്തുന്നത്. കാരണം ഈ ടീസ്റ്റ റിവർ എന്ന് പറയുന്നത്, ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിലിഗുരി കോറിഡോറിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ ടീസ്റ്റ റിവർ എന്ന് പറയുന്നത് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. ഹിമാലയത്തിലെ ഒരു ലേക്കിൽ നിന്ന് പിന്നീട് മിസോറാം വഴി നമ്മുടെ വെസ്റ്റ് ബംഗാളിലൂടെ ബംഗ്ലാദേശിലെ ബ്രഹ്മപുത്രയിലേക്ക് ലയിക്കുന്ന ഒരു റിവറാണിത്. അപ്പൊ ഇതിന്റെ ലോങ്ങസ്റ്റ്, ഏറ്റവും കൂടുതൽ ഇത് ഒഴുകുന്നത് ഇന്ത്യയിലൂടെയാണ്. ഏതാണ്ട് 300 കിലോമീറ്ററോളം ഇന്ത്യയിലൂടെയും പിന്നീട് കുറച്ച് ബംഗ്ലാദേശിലൂടെയാണ്. അപ്പൊ ഈ ഒരു റിവറുമായി സംബന്ധിച്ചിട്ട് ഈ വെള്ളം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാലങ്ങളായിട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ഏതാണ്ട് 2 പ്രപ്പോസൽസുകളാണ്, ഉടമ്പടികളാണ് ഇതിനോടകം നിലവിലുള്ളത്. അത് ഒപ്പുവെച്ചിട്ടില്ല. ഒന്ന് 1983 ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതിൽ ഈ വാട്ടർ ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യക്ക് 39% വെള്ളവും ബംഗ്ലാദേശിന് 36% വെള്ളവും നൽകണം എന്നുള്ളതായിരുന്നു അതിലെ ഉടമ്പടി. അത് ഒപ്പുവെച്ചിട്ടില്ല പല കാരണങ്ങളാൽ. പിന്നീട് 2011 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഒരു പ്രപ്പോസല് ഇതേപോലെ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വാട്ടർ ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ ഇന്ത്യക്ക് 42.5 ബംഗ്ലാദേശിന് 37.5 വാട്ടർ ഷെയറിങ് ആ ഒരു ഫ്രാക്ഷൻ ഉണ്ടായിരുന്നത്. അതും പക്ഷേ പ്രാബല്യത്തിൽ വന്നിട്ടില്ല, ഒപ്പുവെക്കപ്പെട്ടിട്ടില്ല. പല പൊളിറ്റിക്കൽ പ്രഷറും റീജിയണൽ ആയിട്ടുള്ള പല പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ കാരണം ഏറ്റവും കൂടുതൽ ഉടക്കുമായി രംഗത്ത് ഉണ്ടായിരുന്നത് മമതാ ബാനർജി തന്നെയാണ്, TMC തന്നെയാണ്. കാരണം മമതയുടെ ആവശ്യം എന്ന് പറയുന്നത് വെള്ളം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിന് ആവശ്യമായിട്ടുള്ള ഇറിഗേഷൻ ആവശ്യമായിട്ടുള്ള അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള ഇത് ഉണ്ടാവില്ല, നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടും, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉടക്ക് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മമതയാണ്. വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്റ്റേറ്റ് വിഷയമാണ്. ആ സ്റ്റേറ്റ് വിഷയം ആയതുകൊണ്ട് തന്നെ സെൻട്രലിന്, കേന്ദ്ര ഗവൺമെന്റിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിനോടുകൂടിയും ചോദിച്ച് അവരുടെയും കൂടി ഒരു സഹകരണത്തോടു കൂടി മാത്രമേ എന്തിൻ്റെയും ഒപ്പുവെക്കലും കാര്യങ്ങളൊക്കെ പോകുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വാട്ടർ ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കണ്ടൻഷൻ പോയിന്റ് എന്ന് പറയുന്നത്, ഡിസ്പ്യൂട്ടിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത് ഒപ്പുവെക്കുമോ ഇല്ലയോ? ഇത് ഒപ്പുവെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ചൈനയുടെ ഇൻവോൾവ്മെന്റ് ടീസ്റ്റ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് തടയാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. ഇപ്പൊ നിലവിൽ നമുക്കറിയാം, മമത മാറി അവിടെ സുവേന്ദു അധികാരി BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നിരന്തരമായിട്ട് ഉടക്കില് കൊണ്ടുവന്നത് മമതയാണ്. അപ്പൊ സുവേന്ദു BJP എന്ത് തീരുമാനമായിരിക്കും ഈ വോട്ടർ ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നിലപാടെടുക്കുക, BJP എന്ത് നിലപാടെടുക്കുക എന്നുള്ളത് നിർണായകമാവുകയാണ്. കാരണം ഇത്തരത്തിലൊരു കാര്യം ഒരുപാട് നാളായിട്ട് ഒപ്പുവെക്കാത്തത് കൊണ്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട്, ഏത് ടീസ്റ്റ റിവർ കോംപ്രിഹെൻസീവ് മാനേജ്മെന്റ് റീസ്റ്റോറേഷൻ പ്രൊജക്റ്റുമായിട്ട് ബംഗ്ലാദേശ് ചൈനയുടെ സഹകരണം ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഈ റിവർ ഡ്രഡ്ജിങ് റീസ്റ്റോറേഷൻ പ്രോഗ്രാം, അതോടൊപ്പം തന്നെ എംബാങ്ക്മെന്റ് കെട്ടുക, ഫ്ലഡ് തടയാനായിട്ട് എംബാങ്ക്മെന്റ് കെട്ടുക, അതോടൊപ്പം തന്നെ ഇറിഗേഷൻ ആവശ്യങ്ങൾക്കായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഈ റിവറിന്റെ ഇരുവശവും 4 ലൈൻ റോഡുകൾ നിർമ്മിക്കുക, ടൂറിസം ഡെവലപ്മെന്റ് ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ വെള്ളം സംരക്ഷിക്കാനുള്ള സംവിധാനം, ലാൻഡ് റീകംപ്ലേഷനും, അതോടൊപ്പം തന്നെ ഇറോഷനൊക്കെ തടയാനുള്ള കുറെ അധികം സംവിധാനങ്ങൾ, ഇതൊക്കെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പ്രൊജക്ടിന്റെ അടിസ്ഥാന ആവശ്യം. പ്രധാനമായിട്ടും ഇവരുടെ ഇറിഗേഷനും അതോടൊപ്പം തന്നെ ഫ്ലഡ് തടയുക എന്നൊക്കെ ഉള്ളതാണ് പ്രധാന കാര്യങ്ങൾ. അപ്പൊ ഇതിന് ഏതാണ്ട് 1 ബില്യൺ ആണ് ഇതിന് നിലവിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട്. അതിൽ വലിയൊരു ശതമാനം പൈസ ചൈന മുടക്കാമെന്ന് ഇതിനോടകം അവർ അറിയിച്ചിട്ടുണ്ട്. ഇനിയൊരു സാങ്ഷൻ ഒപ്പിടൽ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ന്യൂഡൽഹി, ഇന്ത്യ വളരെ സസൂക്ഷ്മമാണ് ഈ നീക്കത്തെ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സിലിഗുരി കോറിഡോർ, ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഈ 7 സിസ്റ്റേഴ്സ്, 7ഓളം വരുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്യുന്ന ആ ചെറിയ ഭൂമി ഭാഗം, അവിടെ ചൈനയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും എന്തെങ്കിലും അറ്റാക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം വിഭജിക്കപ്പെട്ടതുപോലെ ആയിപ്പോകും. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തേക്കുള്ള കണക്ടിവിറ്റി, നമുക്ക് ലാൻഡ് വഴി, റെയിൽ വഴി ആകെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നത് ഈ ഫവാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 22 കിലോമീറ്ററോളം വൈഡും 60 കിലോമീറ്ററോളം നീളവുമുള്ള ഈ ഒരു സ്ട്രെച്ച് വഴി, ഈ ചെറിയ ഭൂമി ഭാഗത്തൂടെയാണ്. അതിനെ മുറിച്ച് മാറ്റപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിയുടെ കഴുത്തറുത്ത് മാറ്റപ്പെട്ട പോലെ ആയിപ്പോവും. തല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം വേറൊരു സ്ഥലത്തും, ചിക്കൻ്റെ കോഴിയുടെ ശരീരഭാഗം ഇന്ത്യയുടെ മറ്റൊരു ഭാഗം മറ്റൊരു സ്ഥലത്തുമായി ചിതറിക്കിടക്കുന്ന ഒരു അവസ്ഥയായി പോകും. അപ്പോൾ ചൈന ഇവിടെ വരികയാണെങ്കിൽ, ഈ പ്രൊജക്റ്റുമായിട്ട് ഇവിടെ വരികയാണെങ്കിൽ, ഈ പ്രദേശത്തേക്കുള്ള മിലിറ്ററി മൂവ്മെന്റ്സ്, അതോടൊപ്പം തന്നെയുള്ള ഇന്ത്യയെ നിരീക്ഷിക്കാനായിട്ട്, സർവിലൻസ് ആയിട്ട് ഇന്ത്യയെ നിരീക്ഷിക്കാനായിട്ട് കൃത്യമായിട്ട് അവർക്ക് പറ്റും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചൈന ഇവിടെ വരികയാണെങ്കിൽ, ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ വരികയാണെങ്കിൽ, രാഷ്ട്രീയപരമായിട്ട് അവരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും. ഇന്ത്യക്കെതിരെ നിലപാടുകൾ ബംഗ്ലാദേശിനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും, ലോജിസ്റ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ എക്കണോമിക്കൽ ഇൻഫ്ലുവൻസും, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെക്യൂരിറ്റിക്ക് വലിയ ഭീഷണിയാണ് ഈ പ്രൊജക്റ്റ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 2024 ഇന്ത്യ ഇന്ത്യയുടേതായ രീതിയിലുള്ള സഹായം, അന്ന് ഷെയ്ഖ് ഹസീനയായിരുന്നു, ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിലുള്ള സഹായം തരാമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടായി. പിന്നീട് നമുക്കറിയാം ഇന്ററിം ഗവൺമെന്റ് വന്നു, ഷെയ്ഖ് ഹസീന അവർ വീഴ്ത്തപ്പെട്ടു, അവിടെ മുഹമ്മദ് യൂനിസ് വന്നു. അങ്ങനെയുള്ള കുറേയധികം രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ബംഗ്ലാദേശിൽ രൂപപ്പെട്ടു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ മോശമായി. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് വലിയ നല്ല ബന്ധമായിരുന്നു, ഇത്ര ഡീക്കേഡായിട്ട് നല്ല ബന്ധമായിരുന്നു നമ്മൾ തമ്മിൽ. പിന്നീട് അത് വല്ലാത്ത രീതിയിൽ ഉലച്ചുപോയി. നമുക്ക് ഓർമ്മയുണ്ടാവും, ഈ മുഹമ്മദ് യൂനിസ് തന്നെ ഒരു സമയത്ത് ബംഗ്ലാദേശ് ചൈനയിലേക്ക് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് അന്ന് വലിയ രാഷ്ട്രീയ ഗോളുകളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഈ ഇന്ത്യയുടെ ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനം എന്ന് പറയുന്നത്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു ലാൻഡ് ലോക്ക്ഡ് ഏരിയ ആണ്, അടുത്ത് കടലൊന്നുമില്ല. അതോടൊപ്പം തന്നെ ആകെയുള്ള എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളൊക്കെയാണ്. ഈ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് നിലവിൽ ബംഗ്ലാദേശിന്റെ കയ്യിലാണുള്ളത്. അപ്പം ചൈന ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനത്ത് കൊണ്ടുവരികയാണെങ്കിൽ, അവരുടെ ഒരു എക്സ്പാൻഷൻ, വികസനം എന്ന് പറയുന്ന ചൈനയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അരുണാചൽ പ്രദേശ് ആയിക്കോട്ടെ, ആസാം, മണിപ്പൂർ, മേഘാലയ,
മിസോറാം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ. ഇതിൽ നമുക്കറിയാലോ അരുണാചൽ പ്രദേശ് ഇപ്പോഴും ചൈനയുടെ ആണെന്നാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഈ ചില പ്രദേശങ്ങളൊക്കെ തവാങ്ങിന്റെ ഭാഗമാണ് എന്നാണ് ചൈന ഇപ്പോഴും അവകാശപ്പെട്ടു. അവർ അപ്ഡേറ്റ് ചെയ്ത മാപ്പിലടക്കം ഇന്ത്യയുടെ പല ഭാഗങ്ങളും ചൈനയുടെ ഭാഗമാണെന്നാണ് ഒഫീഷ്യലി അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെ, ഇങ്ങനെയുള്ള കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിൽ ഏതൊരു ഇന്ത്യക്കാരി ചൈനയിലെ എയർപോർട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ പേര് അവര് കൺസിഡർ ചെയ്യുന്ന ഇന്ത്യയുടെ ചൈന ഭാഗമായിരുന്നു. അപ്പം അവര് ഇന്ത്യക്കാരിയായിട്ട് പരിഗണിക്കാനായിട്ട് ചൈന കണക്കാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കോൺട്രവേഴ്സികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിലെ പുതുതായിട്ട് നിലവിൽ വന്ന സർക്കാരിന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഖലീലുർ റഹ്മാൻ മെയ് 6 ബീജിങ്ങില് ചൈനയുമായിട്ട് ഈ അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിപ്പോ ഈ വിഷയം ഇപ്പം വീണ്ടും തലപൊക്കിയിരിക്കുന്നതും ഇത് വലിയൊരു ഇന്റർനാഷണൽ ശ്രദ്ധയായിട്ട് മാറുകയും ചെയ്യുന്നത്. നമുക്കറിയാം ചൈനയും ഇന്ത്യയും തമ്മിൽ 1962 ശേഷം പിന്നീട് ഏറ്റുമുട്ടൽ ഉണ്ടായത് 2020 നമ്മളെ ഗാൽവാനിൽ. പിന്നീട് അതിനു മുമ്പ് ദോക്ലാം സ്റ്റാൻഡ് ഓഫ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ ബോർഡർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോഴും ചൈനയും ഇന്ത്യയും തമ്മിൽ കൃത്യമായിട്ടുള്ള ബോർഡർ ധാരണയൊന്നും രൂപപ്പെട്ടിട്ടില്ല. പലതും ചൈന നമ്മുടേതാണെന്ന് പറയുന്നുണ്ട്, ഇന്ത്യ നമ്മുടേതാണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമൊക്കെ കേട്ടാണല്ലോ ദോക്ലാമിലൊക്കെ ക്ലാഷ് ഉണ്ടായത്, ഗാൽവാനിൽ ക്ലാഷ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ദോക്ലാമിലെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ എന്തായിരുന്നു വിഷയം? അവിടെ ചൈന ഒരു റോഡ് നിർമ്മിക്കുന്നു, ഭൂട്ടാനിൽ. അതിൽ ഇന്ത്യ ഇടപെടുന്നു. ആ ഭൂട്ടാനിൽ നിർമ്മിക്കുന്ന റോഡ് സിലിഗുരി കോറിഡോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ചൈനയ്ക്ക് ഈ സിലിഗുരി കോറിഡോർ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ കാരണത്താലാണ് ഭൂട്ടാന്റെ ഒക്കെ ആവശ്യപ്രകാരം ഇന്ത്യ അവിടെ ഇടപെട്ടത്. ഇന്ത്യക്ക് ഒരു സെക്യൂരിറ്റി ഭീഷണി ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഗാൽവാനിലേക്ക് വരുമ്പം അവിടെ എന്തായിരുന്നു ചൈനയുടെ പ്രശ്നം? ഇന്ത്യ നിർമ്മിക്കുന്ന റോഡുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഗാൽവാനിൽ ചൈനയുടെ പ്രശ്നം. അത് അവർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ശാരീരികപരമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. നമ്മൾ യുദ്ധസാമഗ്രികളൊന്നും ഉപയോഗിച്ചിട്ടില്ല, കല്ലും വടിയും സ്റ്റോണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. കാരണം എഗ്രിമെന്റ് ഉണ്ട്, ഇന്ത്യ ചൈന എഗ്രിമെന്റിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നിലവിൽ സാഹചര്യം സങ്കീർണമായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. അന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായ സമയത്താണ് കുറെ ചൈനീസ് ആപ്പും പിന്നെ അങ്ങനെയുള്ള കുറെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഇന്ത്യ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എവിടത്തേക്ക് ഈ സാഹചര്യം നീങ്ങും എന്നുള്ളത് നിർണായകമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് തടയാനുള്ള നീക്കം ഇന്ത്യ ഈ കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ വോട്ടർ ഷെയറിംഗ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഒപ്പുവെക്കലിലേക്ക് കടക്കുമോ പുതിയ BJP സർക്കാർ വെസ്റ്റ് ബംഗാളിലെ? കാരണം അവരാണ് ഇതിന് ഉടക്കായിട്ട് നിൽക്കുന്നത്. 2011 ഏതാണ്ട് ഇത് ഓക്കെ ആയതാണ് ഈ ഒപ്പുവെക്കലുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം മമതയാണ് മുമ്പോട്ട് വന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നതാണ് കരുതുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ തന്ത്രപ്രധാന സ്ഥലമാണ്. ഇത് മുൻകൂട്ടി അറിയാം. അപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ബാക്കി രാജ്യങ്ങളുമായിട്ട് ഒരുപാട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അയൽ രാജ്യങ്ങളുമായിട്ട് ഒരുവിധമുള്ള ഇപ്പോൾ ശ്രീലങ്ക ആയാലും ബംഗ്ലാദേശ് ആയാലും മ്യാൻമാർ ആയാലും നമ്മുടെ തൊട്ടടുത്തുള്ള നെയ്ബറിങ് കൺട്രീസ് എവിടെയാണോ അവിടെയൊക്കെ നമുക്ക് ഭയങ്കര തരത്തിലുള്ള തെറ്റ് പറ്റിയിട്ടുണ്ട്. തെറ്റ് പറ്റിയ മീൻസ് ഒന്നല്ലെങ്കിൽ അവിടെ ഭരണം മാറും, അട്ടിമറിക്കും. നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ടല്ല, പക്ഷേ പറഞ്ഞ പോലെ അട്ടിമറിക്കപ്പെടും. ഇപ്പോൾ ശ്രീലങ്കയിലാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുള്ള പാർട്ടിയാണ് അവിടെ വന്നത്. ബംഗ്ലാദേശിലാണെങ്കിൽ ഷെയ്ഖ് ഹസീന നമുക്കെന്നും ഫേവർ ആയിരുന്നു. അവിടെ ജൻസി വിപ്ലവം വരുന്നു, ഭരണം അട്ടിമറിക്കപ്പെടുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമി തീവ്ര സംഘടനകൾ കയ്യിലോട്ട് ആ രാജ്യത്തെ കിട്ടുന്നു. അപ്പം ഇത്തരത്തിൽ അതെ, പിന്നീട് അടുത്ത ഇലക്ഷൻ അത് മാറുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തരത്തിൽ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി ദീർഘവീക്ഷണത്തോടു കൂടി ഇന്ത്യക്കാര്യത്തിൽ, അത് മോദി ഗവൺമെന്റ് അല്ലെങ്കിൽ UPA ഗവൺമെന്റ് എന്നല്ല, ഇന്ത്യക്ക് അക്കാര്യത്തിൽ കുറച്ച് വീക്ഷണം ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ട് റഫേൽ വാങ്ങിച്ചു, അപ്പോൾ 3 എണ്ണമായിരുന്നു. അതിലാദ്യമായിട്ട് നമ്മൾ ഹഷിമാര എയർബേസ് വെസ്റ്റ് ബംഗാളിലാണ്, ഈ ചിക്കൻ നെക്കിന്റെ അടുത്ത് ഇറങ്ങുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഇന്ത്യ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു എയർബേസ് ഉണ്ട്. അതേപോലെ തന്നെ S-400 ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സിസ്റ്റമാണത്. അതൊന്നും അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ബറാക്ക് 8 ഉണ്ട്, അത് അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആകാശ് മിസൈൽ ഉണ്ട്, ഇത് അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സാറ്റലൈറ്റിൽ നല്ലൊരു ശതമാനം നമ്മൾ പ്രധാനമായിട്ട് മോണിറ്റർ ചെയ്യുന്നത് ഈ പറയപ്പെട്ട ചിക്കൻ നെക്കിലൊക്കെയാണ്. അപ്പം ഇന്ത്യക്ക് അറിയാം ഇത്തരത്തിൽ ചൈനയെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതും. നമ്മളും ചൈന യുദ്ധം നടന്നതാണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നതാണ്. അപ്പോൾ എത്തരത്തിൽ എവിടെ നിന്നൊക്കെ തിരിച്ച്, ഇപ്പോൾ നമ്മളറിയാം ബംഗ്ലാദേശ് എന്നൊരു രാജ്യം ഉണ്ടാക്കി കൊടുത്ത തന്നെ ഇന്ത്യയാണ്.
അപ്പം അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവര് വെള്ളം ഉണ്ടായിരുന്നില്ല, കുടിക്കാൻ ഒരു തരത്തിലും ഒരു രാജ്യം എന്നുള്ളതിനപ്പുറത്തോട്ട് അവർക്ക് യാതൊരുവിധ പരിഗണന ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ നമ്മളവർ വിഭജിച്ച് സ്വന്തമായിട്ട് ഇന്ത്യക്ക് വേണ്ടത് ഏറ്റെടുക്കാമായിരുന്നു. അന്ന് ബംഗ്ലാദേശ് പറഞ്ഞത് ഇന്ത്യയെ ഏറ്റെടുക്കണം എന്നായിരുന്നു. പക്ഷെ ഇന്ത്യ കാര്യത്തിൽ നിന്നില്ല, അവർ സ്വതന്ത്ര രാജ്യമായിട്ട് അവർ വിട്ടുകൊടുത്തു. അപ്പം അത്തരത്തിൽ അവർക്ക് വേണ്ട ഫേവറായി ചെയ്തു കൊടുത്താണ്. പക്ഷെ അതേ സാധനം നമുക്ക് തിരിച്ചടിയാവുന്നു എന്നുള്ളൊരു വലിയൊരു ഘടകം അവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ചൈനയുടെ ഈ ഒരു ഇൻവോൾവ്മെന്റ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദീർഘവീക്ഷണപൂർവമായിട്ടുള്ള ഒരു നിലപാട്, ഇന്ത്യക്ക് ഒരിക്കലും ആപത്തില്ലാത്ത നിലപാട് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് മാറിത്തീരുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ഒപ്പുവെക്കാത്തത് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ വെള്ളം നൽകുന്ന ഫെയർ പ്രൊപ്പോർഷൻ ഓഫ് വാട്ടർ, അതായത് ന്യായമായിട്ടുള്ള വെള്ളം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം അവിടെ നിരവധിയായിട്ടുള്ള ഡ്രൈ സീസൺസിൽ, ഇപ്പൊ ഈ ഡിസംബർ തൊട്ടിട്ട് ജൂൺ വരെയുള്ള വേനൽക്കാലങ്ങളിലൊക്കെ അവിടുത്തെ ഫാമേഴ്സ് ആയിക്കോട്ടെ, അവരുടെ കാർഷികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ ടീ സ്റ്റാർ റിവർ വലിയ സഹായകരമാവുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു പോർഷനാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ രമ്യമായിട്ടുള്ള ഒരു നെഗോസിയേഷൻ ഡീലിലേക്ക് ഇന്ത്യയും ബംഗ്ലാദേശും എത്തിച്ചേരട്ടെ, ബംഗ്ലാദേശും ചൈനയും എത്തിച്ചേരുന്നതിന് പകരം. കാരണം അത് നമുക്ക് വലിയ ഭീഷണിയാവും. ഈ ചിക്കൻ നെക്കിന്റെ കാര്യം പറയുമ്പോൾ അത് വളരെ കൗതുകമുണർത്തുന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. കാരണം അത് ആ ഒരു ഭാഗം ഇത്രയും കോഴിയുടെ കഴുത്ത് പോലെ തന്നെ ഈ കഴുത്ത് വരുന്ന പ്രദേശമാണ് 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ. ഈ ശരീരം എന്ന് പറയുന്നത്, ചിക്കന്റെ ശരീരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളാണ്. ഈ കഴുത്ത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തല വേറെയായി പോകും. അപ്പം അത് വിഭജിക്കപ്പെട്ടൊരു അവസ്ഥയിലായി പോകും. ഞാൻ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മിലിറ്റൈസ്ഡ് ആയിട്ടുള്ള സോൺ എന്ന് പറയുന്നത് ലോകത്തിലെ ഈ ചിക്കൻ നെക്ക് പ്രദേശമാണെന്നുള്ളതാണ്. കാരണം 4ഓളം വരുന്ന രാജ്യങ്ങളായിട്ടാണ് ബോർഡർ പങ്കെടുക്കുന്നത്. നേപ്പാള്, ഭൂട്ടാൻ, ചൈന, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ്. അതുകൊണ്ട് തന്നെ കുറേ അധികം മിലിറ്ററി സോൺസ് ആണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചിട്ട് ഉള്ളത്. ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തായിട്ട് നേപ്പാൾ ഉണ്ട്, അതേപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ബംഗ്ലാദേശ് ഉണ്ട്, പിന്നെ മുകളിലായിട്ട് ഭൂട്ടാൻ വരുന്നുണ്ട്, ചൈന വരുന്നുണ്ട്. അപ്പോൾ ചുറ്റുപാട് മൊത്തം രാജ്യങ്ങൾ, 4ഓളം രാജ്യങ്ങളുടെ ഇടയിലാണ് ഇന്ത്യ പെട്ട് കിടക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഡിഫൻസിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഇത് മുൻകൂട്ടി അറിയാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഡിഫൻസ് സിസ്റ്റിൽ റഫേൽ വാങ്ങിച്ചപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഹഷിമാര എയർബേസിൽ നമ്മളവിടെ ഡിപ്പോയിറ്റ് ചെയ്തിരുന്നു S-400, അതേപോലെ ബറാക്ക് 8 നമ്മൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ചുണ്ടാക്കിയ ഒരു മിസൈൽ സിസ്റ്റമാണ് ആകാശ് മിസൈൽ. അതേപോലെ നമ്മൾ സാറ്റലൈറ്റ് അവിടെ വീക്ഷിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ത്രിശക്തി ക്രോപ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അതിൽ 33 ക്രോപ്സ് ഇന്ത്യ സ്പെഷ്യലൈസ്ഡ് ആയ യൂണിറ്റാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ അവിടെയൊക്കെ അത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് അത് കശ്മീരൊന്നുമല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന ഈ ചിക്കൻ നെക്കാണ്. കാരണം ഇത്രയും രാജ്യങ്ങളാണ് ചുറ്റുവട്ടത്തുള്ളത്. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും, ഇപ്പം റോഡ് വഴിയൊന്നുമല്ല, ഇപ്പം ഈ നമുക്ക് അങ്ങോട്ട് അവിടെ എന്തെങ്കിലും ഒരു അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തേക്കുള്ള എല്ലാ ഫ്ലോവും ഇല്ലാതാക്കാൻ പറ്റും. ലാൻഡ് വഴിയുള്ള ഇന്റർനെറ്റ്, വയറുകൾ, മറ്റ് ഗ്യാസ് ലൈനുകൾ, റെയില്, റോഡ്, അങ്ങനെ മിലിറ്ററികളുടെ മൂവ്മെന്റ്, ഇതെല്ലാം ഈ ഒരു ചെറിയ ലാൻഡിലൂടെയാണ്, ഈ സിലിഗുരി കോറിഡോർ എന്നുള്ളത്. അപ്പൊ അവിടെ എന്തെങ്കിലും അറ്റാക്കോ കട്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിപ്പിക്കുക എന്ന് പറയുന്നതാണ്. നിലവിൽ ആധുനിക യുദ്ധങ്ങൾ മൊത്തം നടക്കുന്നത് എയർ വഴി, മിസൈൽ വഴി, റോക്കറ്റ് വഴിയൊക്കെയാണ്. അപ്പൊ വേണമെങ്കിൽ ആകാശത്തിലൂടെ വേണമെങ്കിലും ഈ ചിക്കൻ നെക്ക് പ്രദേശത്ത് ഏതെങ്കിലും രീതിയിലുള്ള ബോംബുകളോ മിസൈലുകളോ ഇത്തരത്തിലൊക്കെ വിക്ഷേപിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 400 അവിടെ കൊണ്ടുപോയി ഇന്ത്യ ഡിപ്ലോയ് ചെയ്തത്, റഫേൽ അവിടെ കൊണ്ടുപോയി ഡിഫൈറ്റ് ചെയ്തത്. അപ്പം ഏതെങ്കിലും തരത്തിൽ, അതിപ്പം മിസൈൽ തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ S-400 തടയാൻ വേണ്ടിയിട്ട് ആകാശ് ഉണ്ട് അവിടെ. അതേപോലെ എന്താ പറയുക, സുഖോയ് ഉണ്ട് റഷ്യയെ ബന്ധപ്പെട്ട് നമുക്ക്. അതേപോലെ പലതരത്തിൽ ബറാക്ക് 8 ഉണ്ട്. എല്ലാവിധ സമ്പ്രദായം ഇന്ത്യയുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രിശക്തി ക്രോപ്സ് ഉണ്ട്, പിന്നെ ഭൈരവ് ബറ്റാലിയൻ എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് ബറ്റാലിയൻസ് ഉണ്ട് അവിടെ. അത് ഈ എന്താ പറയുക, നമുക്ക് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SF എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. പിന്നെ നോർമൽ ആർമി ഉണ്ട്. അവർ രണ്ടുപേരുള്ള ഒരു ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൈരവ് ബറ്റാലിയൻ എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇന്ത്യ എല്ലാ തരത്തിലും അവിടെ പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം വരികയാണെന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് തന്നെ ഇന്ത്യ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഈ പദ്ധതിയിൽ അടുത്തിടെ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് കൈക്കൊള്ളാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. കാരണം ചൈനയുടെ ഇൻവോൾവ്മെന്റിനെ ഏത് വിധേനയും തടയേണ്ടത് വളരെ അത്യാവശ്യമാണ്.